ഈ മഹാക്ലേശങ്ങളുടെ കാലത്ത് മുഖ്യ ദൂതന്മാരുടെ സഹായവും സാന്നിധ്യവും ശുശ്രൂഷയും നമുക്ക് കൂടിയേ തീരൂ. പ്രത്യേകിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖ സാത്താനെതിരെ ഈ കാലഘട്ടത്തിൽ പട നയിക്കുന്ന സ്വർഗത്തിൻ്റെ സൈന്യാധിപനാണ് വിശുദ്ധ മിഖായേൽ. ഈ നിർണായക യുദ്ധത്തിൽ, ഈ അന്തിമ യുദ്ധത്തിൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമെതിരെ ദൈവജനത്തെ, തിരുസഭയെ നയിക്കുന്ന സ്വർഗത്തിൻ്റെ രാജകുമാരനാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. അവൻ സ്വർഗത്തിൻ്റെ സൈന്യാധിപനാണ്, അവൻ പ്രധാന ദൂതനാണ്. അപ്പോൾ പ്രധാന ദൂതൻ്റെ ശബ്ദം മുഴങ്ങുന്ന കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. മറക്കരുത് സഹോദരങ്ങളെ, മറക്കരുത്. ദാനിയേൽ പ്രവചനം 12:1 നാം വചനത്തിൽ കാണുന്നുണ്ട്. അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. ഉഗ്രമായ പീഡനങ്ങൾ, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഉഗ്രമായ പീഡനങ്ങൾ അന്നുണ്ടാകും. എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലെ ആ പീഡനത്തിൻ്റെ നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ മഹാക്ലേശത്തിൻ്റെ ദിനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, ഇത് വെറും വാക്ക് പറയുകയല്ല. ദാനിയേൽ പ്രവചനം 12:1 വ്യക്തമായി പറയാണ്, ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ക്ലേശങ്ങള്, കഷ്ടതകള്, പീഡനങ്ങള് അന്നുണ്ടാകും. പക്ഷെ നമ്മൾ അസ്വസ്ഥരാകണ്ട, ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ മുന്നേ നിന്ന് നയിക്കുവാൻ മുഖ്യ ദൂതന്മാരുടെ സഹായവും സാന്നിധ്യവും ഉണ്ടാകും. വിശുദ്ധ മിഖായേൽ അന്ന് എഴുന്നേൽക്കും. ദൈവജനത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, സഭയെ സംരക്ഷിക്കുവാൻ, സഭയെ നയിക്കുവാൻ, സഭയെ ബലപ്പെടുത്തുവാൻ മുഖ്യ ദൂതരുടെ സഹായം പ്രത്യേകമായി കർത്താവ് അങ്ങ് പകരുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ നാള് വെളിപാടിൻ്റെ കാലമാണ്. വെളിപാട് 12:12 കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. വെളിപാട് പുസ്തകം അവിടെ 12-ാം അധ്യായം 7-8 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്. വെളിപാട് 12:7 അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോടെ, ആരായി സർപ്പം? പിശാചാണ്. പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. 9-ാം വചനത്തിൽ പറയാണ്, ആ വലിയ സർപ്പം സർവ്വലോകത്തെ വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോട് കൂടി അവന്റെ ദൂതന്മാരും അവൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇന്ന് അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ചുരുങ്ങിയ സമയം അവശേഷിച്ചുള്ളെന്ന് അറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് പ്രവർത്തിക്കുന്ന കാലം. ഈ മഹാക്ലേശത്തിൻ്റെ, ഈ ദുരിതത്തിൻ്റെ, പീഡനത്തിൻ്റെ ഈ നാളുകളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മുഖ്യ ദൂതന്മാരായ വിശുദ്ധ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റാഫേലിൻ്റെയും സഹായവും സാന്നിധ്യവും ശുശ്രൂഷയും നമുക്ക് കൂടിയേ തീരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും സെന്റ് മൈക്കിളിനോടുള്ള പ്രാർത്ഥന ചൊല്ലണം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൽ പോലും മുടക്കരുത്. 2-3 പ്രാവശ്യം ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും മിഖായേൽ മാലാഖയോട് ചേർന്ന് ആ ജപം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. നമുക്കറിയാം അല്ലേ, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും. ആ പ്രേയർ നിങ്ങൾക്ക് അറിയാലോ. അറിയാത്തവർ നിങ്ങളത് സംഘടിപ്പിക്കണം. നമുക്ക് ആ പ്രയർ എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരുടെ കയ്യിൽ ആ പ്രാർത്ഥനയുണ്ട്. മിക്ക ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ആ പ്രാർത്ഥന, ആ ജപം അച്ചടിച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ ഇടവകകളിൽ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഇടവക ജനം ഒന്നിച്ച് പ്രാർത്ഥന ചൊല്ലണം. നമ്മുടെ സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി. പിശാച് ആക്രമിക്കുന്നൊരു കാലമാണ്. സഭയെ ആക്രമിക്കുന്നു, കുടുംബങ്ങൾ ആക്രമിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നു, നമ്മുടെ തലമുറകളെ മലിനപ്പെടുത്താൻ നോക്കുന്നു, നമ്മുടെ സമർപ്പിതരെയും വൈദികരെയും കൃപയിൽ വീഴ്ത്താൻ നോക്കുന്നു. അപ്പോൾ ഒരുപാട് ഈ കാലഘട്ടത്തിൽ മുഖ്യ ദൂതരുടെ സഹായവും ശുശ്രൂഷയും നമുക്ക് കൂടിയേ തീരൂ. അപ്പം സെന്റ് മൈക്കിളിനോടുള്ള ജപം നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി പ്രാർത്ഥിക്കണം, കുടുംബമായി പ്രാർത്ഥിക്കണം, സമൂഹമായി പ്രാർത്ഥിക്കണം.
തീരുമാനിച്ചവരെ വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞ ഉച്ചത്തിൽ ഹല്ലേലൂയ, ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം. അതിനുള്ള കാലമാണ് ഈ നോവിൻ്റെ കാലം. ഇത് മഹാക്ലേശത്തിൻ്റെ കാലമാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ ഈ കാലഘട്ടത്തിലെ സഭാമക്കളായി നമുക്ക് നൽകുന്ന പ്രവചന സന്ദേശം എന്താണ്? ഇത് സ്വർഗത്തിൻ്റെ പ്രവചനമാണ്. ഇത് ത്രിയേക ദൈവത്തിൻ്റെ വാക്കുകളാണ്. അവിടെ നൽകുന്ന സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. മഹാദുരിതത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ നിങ്ങളെ ഇവരെയും മാതൃവിശേഷമാർന്ന വാക്കുകളിലൂടെ ഞാൻ നയിക്കുന്നു. ഈ മഹാദുരിതത്തിന്റെ നീതമായ അടയാളങ്ങൾ സുവിശേഷങ്ങളിലും അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലും വെളിപാട് പുസ്തകത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടയാളങ്ങൾ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി മാറും. ഇത് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു, മഹാക്ലേശത്തിൻ്റെ ദൂതന്മാരെ. ആ മഹാക്ലേശത്തിൻ്റെ ദൂതന്മാരാണ് വിശുദ്ധ മിഖായേല്, വിശുദ്ധ ഗബ്രിയേല്, വിശുദ്ധ റാഫേൽ. നോക്കിയേ, നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കിയേ. നമ്മുടെ മുഖ്യ ദൂതന്മാർ നിൽക്കണ കണ്ടു. ദൈവമേ, ഇവിടെ സാന്നിധ്യം നമുക്ക് വേണം. ഈ പീഡന നാളുകളിൽ, ഈ ക്ലേശപൂർണമായ സമയങ്ങളിൽ സെൻറ്റ് മൈക്കിൾ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ഗബ്രിയേൽ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെക്കുറിച്ച് എന്താണ് സ്വർഗം നമ്മോട് പറഞ്ഞിരിക്കുന്നത്? ഗബ്രിയേൽ, റാഫയേൽ, മിഖായേൽ എന്നിവർ നിങ്ങളുടെ കാലത്തിൻ്റെ ദൂതന്മാരാണ്. അവർ ഈ അന്ത്യകാല ശുദ്ധീകരണത്തിൻ്റെയും മഹാക്ലേശത്തിൻ്റെയും ദൂതന്മാരാണ്. അവർ നിങ്ങളുടെ കാലത്തിൻ്റെ ദൂതരാണ്. പരീക്ഷയുടെയും മഹാപീഡനത്തിൻ്റെയും കാലത്തെ ഒരു പ്രത്യേക കർത്തവ്യം ഞാൻ അവരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. മഹാപീഡനത്തിൻ്റെയും പരീക്ഷയുടെയും ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകമായ ദൗത്യം ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് സ്വർഗം പറയാണ്. എൻ്റെ സെൻറ്റ് മൈക്കിളിനെ കുറിച്ച് എന്താണ് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ ത്രിത്വം നൽകുന്ന പ്രവചനം? സാത്താൻ്റെയും തിന്മയുടെയും വിശ്വവിശാലമായ തോതിൽ ഏകമക ശക്തിയായി സകല തിന്മകളും ദൈവത്തിനും അവിടുത്തെ ക്രിസ്തുവിനും എതിരായി സംഘടിതമായിരിക്കുന്നു. എല്ലാ തിന്മകൾക്കുമെതിരെ എൻ്റെ വിശ്വസ്ത മക്കളുടെ സംഘത്തെ ഈ നിർണായക യുദ്ധത്തിൽ നയിക്കുവാനുള്ള ചുമതല മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മിഖായേലിനെ ഓർത്തൊരു 3 പ്രാവശ്യം ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി പൊരുതണമേ വീണ്ടും, പൊരുതണമേ വീണ്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മുഖ്യദൂതരെ രണ്ടാമത്തെ ഒരു മുഖ്യദൂതനാണ് ആര്? സെൻറ്റ് റാഫേല്. റാഫേൽ മാലാഖ. റാഫേൽ മാലാഖയെ കുറിച്ച് എന്താണ് നൽകപ്പെടുന്നത്? ഈ സമയത്ത് നമുക്ക് നൽകപ്പെടുന്ന സന്ദേശം, മഹായുദ്ധത്തിൽ ഈ പീഡനത്തിന് ക്ലേശത്തിന് നാളുകളിൽ രോഗാസ്തരെയും നിങ്ങൾ മനസ്സിലാക്കണം, പിശാചേൽപ്പിക്കുന്ന മാനസിക മുറിവുകൾ, ശാരീരിക മുറിവുകൾ, ആത്മീയമായ അസ്വസ്ഥതകൾ, ഇങ്ങനെ ഒരുപാട് നമ്മൾ ഇന്ന് രോഗാസ്തരാണ്. പലവിധ മുറിവുകൾ, രോഗങ്ങൾ നമ്മൾ പിടികൂടിയിട്ടുണ്ട്. ആത്മീയ രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ, പൈശാചിക സ്വാധീനങ്ങൾ മൂലം, സാത്താൻ്റെ തിരിച്ചടികൾ മൂലം, അവൻ്റെ ആക്രമണങ്ങൾ മൂലം, അവൻ്റെ ചതികൾ മൂലം, അങ്ങനെ മുറിവേറ്റവരെയും രോഗബാധിതരായവരെയും സുഖപ്പെടുത്താനും നിങ്ങളെ സഹായിക്കുവാനുമായി ഒരു സ്വർഗീയ വൈദ്യനായി പങ്കെടുക്കുന്ന ദൗത്യമാണ് മുഖ്യദൂതനായ വിശുദ്ധ റാഫേലിനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോബിത്തിനെ റാഫേൽ കാഴ്ച തിരികെ കൊടുത്തതുപോലെ പാപങ്ങളാലും തെറ്റുകളാലും നിങ്ങളുടെ ദിവസങ്ങളിലെ വലിയ അന്ധകാരത്താലും അന്ധരാക്കപ്പെട്ട എൻ്റെ ദശലക്ഷം സാധു മക്കൾക്ക് അവൻ കാഴ്ച നൽകും. അങ്ങനെ അവർ ഒരിക്കൽ കൂടി സത്യത്തിൻ്റെ ദൈവീക പ്രതാപം വിശ്വസിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. അപ്പോൾ സെൻറ്റ് റാഫേലിൻ്റെ മാധ്യസ്ഥം തേടണം. ആത്മീയ സൗഖ്യം, മാനസിക സൗഖ്യം, സൗഖ്യത്തിൻ്റെ മാലാഖയാണ് സെൻറ്റ് റാഫേൽ. യുദ്ധത്തിൻ്റെ മാലാഖയാണ് സെൻറ്റ് മൈക്കിൾ. ഇനി സെൻറ്റ് ഗബ്രിയേലിനെ കുറിച്ച് എന്താ പറയുന്നത്?
എൻ്റെ മകൻ്റെ ആദ്യ വരവിൻ്റെ സ്വർഗീയ വിളംബരം ഗബ്രിയേലിലൂടെ വന്നതുപോലെ യേശുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിൻ്റെയും തേജസ്വിയായ സന്ദേശവാഹകൻ ഒരിക്കൽ കൂടെ അവനായിരിക്കും. ഈ മഹാകർത്തവ്യമാണ് മുഖ്യദൂതനായ വിശുദ്ധ ഗബ്രിയേലിന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് എന്താണ് സ്വർഗം പറയുന്നത്? സ്വർഗം പറയുകയാണ്, എല്ലാം തൻ്റെ അധീനയിലാക്കാൻ തൻ്റെ ദൈവത്വത്തിൻ്റെ പ്രതാപത്തിൽ യേശു വാനമേഘങ്ങളിൽ അധികാരത്തിലും തേജസ്സിലും രണ്ടാമത് വരും. ഇക്കാരണത്താൽ വിശ്വാസത്തോടും വലിയ പ്രത്യാശയോടും നിങ്ങൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മഹാക്ലേശത്തിൻ്റെ ഈ നിർണായക ദിനത്തിൽ ഈ മഹത്തായ ദൗത്യം നിർവഹിക്കുവാനും നിങ്ങൾ അന്ത്യകാല സംഭവങ്ങളുടെ നടുവിൽ താങ്ങി നിർത്തുവാനുമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ 3 മുഖ്യ ദൂതന്മാരുടെ സംരക്ഷണത്തിൽ അഭയം തേടുകയും അവരാദരിക്കാനും അവരോട് പ്രാർത്ഥിക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.